ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് അശോകൻ. പ്രവർത്തനങ്ങൾ കാത്തിരുന്ന് കാണാം. സിനിമാ മേഖലയിലെ പല പ്രശ്നങ്ങളും ഒന്നിനെ 9 രീതിയിലാണ് നടക്കുന്നത്. ഒമാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാളം വിഭാഗം ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നടന്ന പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് 2-3 വർഷമുണ്ട്. അപ്പോഴേ നമുക്ക് കറക്റ്റ് വിലയിരുത്താൻ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു മാറ്റത്തെ സ്വാഗതം ചെയ്യുക തന്നെയാണ്. എല്ലാവർക്കും സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു മാറ്റം സ്ത്രീകൾ രംഗത്ത് വന്ന അവരുടെ അധ്യക്ഷതയിലുള്ള ഈ മാറ്റം ഇവർക്ക് ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളില്ലാത്ത ഒരു കാര്യത്തിലില്ല. ചെറിയ കാര്യങ്ങൾ വലുതാക്കി കൊണ്ടുവരിക അത് ജീവിതത്തിൽ ഉള്ളൊരു കാര്യമാണ്. ഏത് കാര്യത്തിലും വളരെ ഒന്നെന്നുള്ളത് 9 കാണിക്കുന്ന സംഭവങ്ങൾ ഒരുപാടുകളുണ്ട്. അതൊന്നും ഈ പറഞ്ഞത് എല്ലാം ഒന്നും അങ്ങനെയുള്ളൊരു വാർത്തകളോ ഒന്നും കറക്റ്റാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേയൊക്കെ പെരുപ്പിച്ചുകൂടെ കാണിക്കുന്ന കാര്യങ്ങളാണ്. മാറ്റം നല്ലത് തന്നെയാണ്. അതാരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല. എല്ലാവരുടെ സമൂഹത്തോടെ അത് നല്ലതാണ്, നല്ല കാര്യം. വരട്ടെ. മധു അങ്ങനെയുള്ളവരെ ഞാൻ ആരാധിച്ചിരുന്നവരാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെ ഒരു നായകൻ എന്നൊക്കെ പറഞ്ഞത് ഇവരൊക്കെ തന്നെ മനസ്സിൽ കടന്നിരുന്നു. ജയൻ അങ്ങനെ കുറച്ച് പേരൊക്കെയാണ്. അപ്പം പിന്നെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു വേരുവഴി പ്രതിൻ്റെ വേഷം. നായകനും കൂടിയായിരുന്നു. അപ്പം ഞാൻ ആദ്യം അങ്ങനെ എൻ്റെ രൂപം അങ്ങനെയായിരുന്നു. ആ രൂപമായിരുന്നു സിനിമയ്ക്ക് ആവശ്യം. അങ്ങനെ ഒരാളെ ഞാൻ നായകനെ അഭിനയിച്ചത്. അപ്പം ആദ്യം ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, അത് ഓർക്കേണ്ടത്, സ്മരിക്കേണ്ടത് എൻ്റെ ഡയറക്ടർ തന്നെ ഈ പത്മരാജൻ. അങ്ങനെ അദ്ദേഹത്തെ പത്മരാജൻ, KG ജോർജ്, മോഹൻ, ഭരതൻ ഇവരൊക്കെ അത് അവരെടുത്ത സിനിമകൾ വളരെ പരീക്ഷണങ്ങൾ കൂടി എടുത്ത സിനിമകളാണ്. അത് സ്ഥിരം സങ്കല്പങ്ങൾ വ്യക്തിയ പാട്ടില്ലാത്ത സിനിമ എടുക്കുക, ഫൈറ്റ്, സോങ്, കാറോട്ടം, വെടിവെപ്പ്, ഇതൊന്നും ഇല്ലാത്ത സിനിമകൾ എത്രയോ എടുത്ത് വിജയിച്ചിട്ടുണ്ട് അവർ. വ്യത്യസ്തമായ സിനിമകൾ അന്നും എടുത്തിരുന്നു. ഉദാഹരണം വേറെ പറയുകയാണെങ്കിൽ യവനിക സിനിമ നോക്കാം, KG ജോർജിൻ്റെ കോലങ്ങൾ. ഇത്തരം നമുക്കത് ആലോചിച്ചു. ഇതിനകത്തൊക്കെ നമ്മൾ സിനിമയുടെ ഒരു സാധാരണ സിനിമയിലുള്ള ഹോമനൊന്നും ആ പടത്തിനകത്തൊന്നുമില്ല. കുറേയൊക്കെ പല പടങ്ങളും അങ്ങനെ നോക്കണം. ആരവം, ഭരതൻ്റെ സിനിമകൾ, പ്രയാണം, അരപ്പട്ടക്കിൻ്റെ ഗ്രാമത്തിൽ. അത് ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് 40 വർഷത്തിൽ കൂടുതൽ മുമ്പെടുത്ത സിനിമ അരപ്പട്ട കിട്ടിയില്ല. അപ്പം അവരൊക്കെ അധികം വിജയിച്ചില്ല. ചെറുപ്പക്കാർ ഇപ്പോൾ സിനിമ ഒരുപാട് സംവിധാനം ചെയ്യുന്നത് എഴുതുന്നുണ്ട്. അപ്പം അത് മാറ്റങ്ങൾ തന്നെയാണ്. ഈ സിനിമയ്ക്ക് ഇന്ന കാര്യങ്ങൾ തന്നെ വേണമെന്നോ നിബന്ധനകളൊന്നുമില്ല. ഇപ്പം ഇന്ന് സിനിമ ഉദാഹരണത്തിന് ഇപ്പം നായകൻ തന്നെ സ്ഥിരം പടത്തിൽ നായകൻ തന്നെ വില്ലനാവുന്നു. ഇപ്പോഴും വില്ലൻ നായകനാകുന്നു, നായകൻ കോമഡി ചെയ്യുന്നു. മുമ്പുള്ള സിനിമകൾ അതല്ല. ഇപ്പം കോമഡി ചെയ്യാൻ വേണ്ടി തന്നെ ചില താരങ്ങളെ മാറ്റി നിർത്താറുണ്ട്. അപ്പോൾ അവരോട് ഡയറക്ടർ പറയും, നമുക്ക് ഇവിടെ ഒരു കോമഡി സീൻ എഴുതി ഉണ്ടാക്കാം. കഥയായിട്ടൊരു ബന്ധമുണ്ടല്ലോ വാസ്തവത്തിൽ. അപ്പോൾ അന്നത്തെ വലിയ താരങ്ങളാണ് പാസിബിൾ, ശങ്കരാടി, ഇവരെയൊക്കെ വെച്ചിട്ട് കോമഡി എഴുതി ഉണ്ടാക്കുക. കോമഡിക്ക് അടുക്കളയിൽ കോമഡി, അന്ന് അടുക്കള കോമഡി പണ്ട്. ഇതിങ്ങനെ ഒരു സെക്ഷൻ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നു. അപ്പോൾ അത് സിനിമയുടെ കളക്ഷനെ ഉദ്ദേശിച്ചാലും അവർക്ക് ചെയ്യാം. അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ രീതിയും അങ്ങനെ ആയിരുന്നുണ്ട്. ഇന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നായകൻ തന്നെ കോമഡിക്കും വേണം, പിന്നെ നായിക കോമഡി എന്നുണ്ട്, നായിക ഇന്ന് ആക്ഷൻ ഹീറോയിനാവുന്നുണ്ട്. മുമ്പുള്ള സിനിമ വ്യത്യസ്തമാണ്. കാരണം കാലഘട്ടം മാറി. ഇപ്പം പുതിയ സിനിമകൾ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ നിബന്ധനകൾ, പ്രത്യേകതകളൊന്നും ഒരു കാര്യത്തിലൊന്നും ആവശ്യമില്ല. ഫോർമുലകളൊന്നും ആവശ്യമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് വളരെ എല്ലാം പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞ എടുക്കുമ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞു വരുന്നത് ഇവരുടെ എല്ലാം കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം പുതിയ ഡയറക്ടേഴ്സ്. മുൻപുണ്ടായെന്ന് പറയുന്നവർ പലരൊന്നും ജീവിച്ചിരിപ്പില്ല. പിന്നെ വളരെ വയസ്സായിട്ട് ഈ സിനിമയിൽ പങ്കെടുക്കാൻ പറ്റാതെ ഉള്ള കലാകാരന്മാർ ഡയറക്ടറൊക്കെ എത്തുന്നുണ്ട്, നിർമ്മാതാക്കളുണ്ട്. പക്ഷേ ഞാനിപ്പോഴും ചെയ്യുന്നത്, എന്നാലും ഞാൻ അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്ത ഒരു ഗുരുത്വം എന്ന് പറയാം. ഞാനിപ്പോഴും